എങ്ങനെയാണ് ഈ കത്രികയൊക്കെ വയറ്റത്ത് മറന്നു വയ്ക്കുന്നത്? പറഞ്ഞുതരാം. വയറ്റിൻ്റെ ഉള്ളിൽ ഒരു മേജർ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലീഡിങ് വരും പല ഭാഗങ്ങളിൽ. അപ്പോൾ ഈ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി നമ്മളൊരു ആർട്ടറി ഫോസപ്സ്, അതായത് ഒരു ഹീമോസ്റ്റാറ്റ് എന്ന് പറയും, അത് കൊണ്ടുപോയിട്ടാണ് അതിനെ രക്തക്കോടിനെ പോയി ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണത്, ആർട്ടറി ഫോസപ്സ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ആ പേഷ്യൻറ്റിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ആർട്ടറി ഫോസപ്സിന് പകരം പ്രൈവറ്റ് സെക്ടറിൽ ടൈറ്റാനിയം ക്ലിപ്സ് ഉപയോഗിക്കും. ഈ ക്ലിപ്പുകൾ വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം മറന്നു വയ്ക്കുന്ന പ്രശ്നമില്ല. ഇങ്ങനൊരു സംവിധാനം സർക്കാർ ആശുപത്രികളിൽ ഭൂരിഭാഗം ആശുപത്രികളിൽ ഉണ്ടാവില്ല. സോ ഒരു ഹീമോസ്റ്റാറ്റ് ഉപയോഗിക്കേണ്ടി വന്ന കുറ്റം ഡോക്ടറുടെ അല്ല. പിന്നെ കത്തിരി ഉള്ളിൽ മറന്നു വെച്ചത് കുറ്റമാണോ? എന്തായാലും കുറ്റം തന്നെയാണ്. ഇതിൻ്റെ കാരണം പ്രീ ഓപ്പറേറ്റീവ് സർജറിക്ക് മുന്നേ എത്ര മോപ്പ്, എത്ര ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എടുക്കണം എന്നുള്ളത് മുൻകൂട്ടി കണക്കെടുത്ത് വെക്കണം. അതിനുശേഷം സർജറിക്ക് ശേഷം അത്രയും സാധനങ്ങൾ ടേബിളിൽ ബാക്കിയുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ജോലിയാണ്. ഒരു സർജറിക്ക് എടുക്കുന്നതിന് മുന്നേ ഏത് കാലാണെന്ന് മാർക്ക് ചെയ്യുന്നത്, സർജറിക്ക് എടുത്ത സമയത്ത് പേഷ്യൻ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത്, അനസ്തീസിയ കൊടുക്കുന്നതിന് മുന്നേ അനസ്തറ്റിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യണം, പോസ്റ്റ് അനസ്തീസിയ കൊടുത്തതിന് ശേഷം കേസ് ഷീറ്റിനെ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യണം. ഇത്രയും ക്രോസ് ചെക്കിങ്ങുകളൊക്കെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ മാൻഡേറ്ററി ആയിട്ട് വയ്ക്കാറുണ്ട്. ഇതിന് ഒരുപാട് സപ്പോർട്ടിംഗ് സ്റ്റാഫ് വേണം. ഒരു ഡോക്ടറും ഒരു സ്റ്റാഫ് നഴ്സും വിചാരിച്ചാലൊന്നും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നല്ലൊരു സിസ്റ്റം കൊണ്ടുവന്നെടുക്കണം. ആ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്.